പ്രിയമുള്ളവരെ, ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പൊതുസമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന നന്മയാകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊരു വിഷയമായിട്ടാണ് വന്നത്. എൻ്റെ തൊട്ടടുത്തായിട്ട് ഞാൻ മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി കുണ്ടഞ്ചന ഭാഗത്തായിട്ട് നെടുവഞ്ചേരി കുഞ്ഞുബാവ സാഹിബ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്നാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട അല്പം വീഡിയോ ഒക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ എത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ കാഴ്ചയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടുവളപ്പിലുള്ള ധാരാളം ഔഷധ ചെടികളുണ്ട്. ഔഷധ ചെടികൾ മുഴുവനായിട്ട് എടുത്ത് കാണിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. കാലവർഷം സജീവമാണ്, അതിൻ്റെ ഒരു സാഹചര്യ പ്രശ്നമുണ്ട്, അദ്ദേഹത്തിൻ്റെ തിരക്കുകളുണ്ട്. എങ്കിലും കൂടെ പരമാവധി കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമാകുന്ന കാര്യങ്ങളായിരിക്കും. അപ്പോൾ എന്തായാലും കുഞ്ഞുവാക്കാനായിട്ട് നമുക്ക് ജസ്റ്റ് കുറച്ച് കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട്. അപ്പോൾ കുഞ്ഞുവാക്ക, ഈ മേഖലയിലേക്ക് ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ പറമ്പിൽ ചുറ്റിക്കറങ്ങി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. കുഞ്ഞുവാക്ക് നിസ്സാരക്കാരനല്ല, പല പല ചാനലും ദൂരദർശനിൽ വരെ വന്നിട്ടുണ്ട് അല്ലേ? ദൂരദർശനിൽ അങ്ങനെ പല പല ചാനലിലൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും എൻ്റെ ഗ്രാമത്തിൽ ഞാൻ അറിയുന്ന ഒരാൾ ഇത്രയേറെ ഇങ്ങനെ കാര്യങ്ങളെ സ്നേഹിക്കുമ്പോൾ, ഇതിനൊക്കെ ഇങ്ങനെ പരിപാലിച്ച് കൊണ്ടു നടക്കുമ്പോൾ ആ ഒരു കാഴ്ച നിങ്ങളിലേക്ക് കൂടി എന്നിലൂടെ, എൻ്റെ ചാനലിലൂടെ എത്തിക്കുക എന്നൊരു ഉദ്ദേശത്തോടാണ് കടന്നു വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരം മേഖല കൊണ്ട് നിങ്ങൾ മാനസികമായിട്ട് കാണുന്ന സന്തോഷം അല്ലെങ്കിൽ ഇതിന് പ്രോത്സാഹനമാകുന്ന കാര്യം എന്തായിരുന്നു? ഇത് പഴയ കാലത്ത് തന്നെ ഇവിടെ അത്തരം കുറെ ഔഷധ സസ്യങ്ങളൊക്കെ പാരമ്പര്യമായിട്ട് വല്യപ്പാന്റെ സമയത്തൊക്കെ ഇവിടെ ഔഷധശാലകളൊക്കെ ഉണ്ടായിരുന്നു, മരുന്നുണ്ടാക്കിയിരുന്നു. അതേമാതിരി പിന്നെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അതൊക്കെ സൗജന്യമായിട്ട് കുറെ കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. ഈ ഒടിച്ചിലും മുറിച്ചിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ വല്യപ്പാന്റെ അടുത്ത് വന്നിട്ട് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് കുറെ സാധനങ്ങൾ അവരായിട്ട് കൊണ്ടുവന്ന കുറെ സാധനങ്ങൾ അത് കാലക്രമേണ കുറെയൊക്കെ നശിച്ചു പോയി. അതിന്റെ കുറെ ഗ്രന്ഥങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പൊ എവിടെയെന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. ആരൊക്കെയോ കൊണ്ടുപോയി എവിടെയൊക്കെ എത്തി. അപ്പൊ കുറച്ച് സാധനങ്ങൾ ഇനിയിപ്പോ അത് നിലനിർത്തുക എന്നുള്ളൊരു ഉദ്ദേശം. തീർച്ചയായും. അപ്പൊ അതായത് പൂർവികരായിട്ട് കൊണ്ടു നടന്നിരുന്ന ആ ഒരു കാര്യത്തെ പരമാവധി നമ്മളെ കൊണ്ട് സാധിക്കുന്ന പരമാവധി നിലനിർത്തണം. അപ്പൊ ഒരു സന്തോഷം എന്ന് പറഞ്ഞാലേ കുറെ മരുന്നുകളൊക്കെ ആളുകൾ അന്വേഷിച്ച് വരുമ്പോ നമ്മളത് അവർക്ക് എടുത്തു കൊടുക്കുമ്പോൾ ഒരു മാനസിക സന്തോഷം ഉണ്ടാക്കാം. അത് വല്ലാത്തൊരു സന്തോഷം. അപ്പൊ അതവര് ചോദിക്കും, അത് അപ്പൊ അങ്ങനെ ആലോചിക്കും, അതും കൂടി കിട്ടിയാൽ ഇതൊരു ആളുകൾക്ക് ഉപകാരപ്പെടുത്താവുമല്ലോ. അപ്പൊ അത് എവിടെയുള്ളത് വെച്ചാൽ തേടി കൊണ്ടുവന്ന് അത് അതായത് നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ആയുർവേദ മരുന്നുകൾക്ക് വേണ്ടി, മരുന്നുണ്ടാക്കുന്നതിന് വേണ്ടിയൊക്കെ ഓരോരോ ഔഷധ ചെടികൾ അന്വേഷിച്ച് വരും. അപ്പൊ അത് അവരാവശ്യപ്പെടുന്ന സാധനം നിങ്ങളുടെ അടുത്തില്ലെങ്കിൽ അത് നിങ്ങൾ നോട്ട് ചെയ്തിട്ട് അത് തെരഞ്ഞു പിടിച്ച് എങ്ങനെ കൊണ്ടുവന്നു. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്താ വെച്ചാൽ അദ്ദേഹം എങ്ങനെയൊക്കെയാണ് ഈ ഒരു മേഖലയെ കാണുന്നത് എന്നുള്ളതും കൂടി പ്രേക്ഷകർ മനസ്സിലാക്കുക. അപ്പൊ ഇതാണ് നിങ്ങൾക്ക് ഇതിന് പ്രോത്സാഹനമായിട്ട് മാറുന്നത്. പൂർവികരായിട്ട് തന്നൊരു ഒരു പ്രചോദനം. അവര് കണ്ടിരുന്ന ആ ഒരു കാര്യം നമ്മൾ നിലനിർത്തുക. ഇതിലിപ്പോ ഒരു നിർദ്ദേശങ്ങൾ പറയാനുള്ളത് പറഞ്ഞാൽ, ഈ ഇംഗ്ലീഷ് മരുന്നൊക്കെ കുറെ ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മൾ ആയുർവേദം കുറെ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറെ സൈഡ് എഫക്റ്റ് ഉള്ള കുറെ മരുന്നുകളൊക്കെ കുടിക്കണേ നമുക്ക് ഒഴിവാക്കി ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ ഇതൊക്കെ നമ്മൾ നിലനിർത്തണം. ഒന്നില്ലെങ്കിൽ ഒരു സസ്യമല്ല, എന്തെങ്കിലും ഒരു ഔഷധ വീര്യം ഉണ്ടാവും. ആയുർവേദത്തെ നമുക്ക് നവറാക്കാൻ പറ്റില്ല കാര്യം. ഒരിക്കലും. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലാണ് നമ്മളുള്ളത്. മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ തൊട്ടടുത്ത, വളരെ കുറഞ്ഞ കിലോമീറ്ററുകൾ അപ്പുറത്തായിട്ട്, ഞങ്ങൾ തൊട്ടടുത്തായിട്ട് കോട്ടക്കൽ ആര്യവൈദ്യശാല പ്രവർത്തിക്കുന്നു. വേൾഡ് ഫേമസ് ആണ്. നമ്മളെ നാട്ടുകാർക്ക് അത്ര തന്നെ വലിയ കാര്യമൊന്നുമില്ലെങ്കിലും, പക്ഷെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് വിവിധ പൊസിഷനിൽ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ അവിടെ വന്ന് ട്രീറ്റ്മെന്റ് വേണ്ടി വരുന്നത്, അറബികളായാലും യൂറോപ്യൻസായാലും ഒക്കെ. അപ്പോൾ ആയുർവേദം എന്താണെന്ന്, അതിന്റെ മൂല്യം എന്താണെന്നും അതിന്റെ ഗുണങ്ങൾ എന്താണെന്നൊക്കെ ലോകത്തിനറിയാം. പക്ഷെ നമ്മളൊക്കെ വേഗതയിൽ, അല്ലെങ്കിൽ അങ്ങനെയാണ്, നമ്മളെ മുറ്റത്തെ മുല്ലന്നെ വേണം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ പോലെ നമ്മൾ നിസ്സാരമായിട്ട് കളയുന്നൊരു സാഹചര്യമുണ്ട്. എന്തായാലും കുഞ്ഞുവാക്കൻ്റെ വീട്ടുവളപ്പിൽ ഞാൻ എന്തായാലും ഉദ്ദേശിക്കുന്നുണ്ട്, നമ്മളൊക്കെ എൻ്റെ മക്കളൊക്കെ പഠിക്കുന്ന ഒരു സ്കൂളുണ്ട്, ആ കുട്ടികളൊക്കെ ഒന്ന് സന്ദർശനത്തിന്, അതായത് ഇങ്ങനെ ഔഷധ ചെടികളൊന്ന് പരിചയപ്പെടുത്താനൊക്കെ, നേരിട്ട് കുട്ടികൾക്ക് കാണാനും പരിചയപ്പെടുത്താനൊക്കെ വരാറുണ്ടല്ലോ. നിങ്ങൾ സൂചിപ്പിച്ചു ഓൾറെഡി. അപ്പോൾ വിവിധ സ്കൂളുകളിൽ നിന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഔഷധ ചെടികൾ പരിചയപ്പെടുത്താൻ വേണ്ടി അധ്യാപകർ കുട്ടികളെ അദ്ദേഹത്തിന്റെ ഈ വീട്ടുവളപ്പിൽ കൊണ്ടുവരാറുണ്ട്. ഈ വീട്ടുവളപ്പിൽ എവിടെ നോക്കിയാലും നമുക്ക് ഔഷധ ചെടികളെ കൂട്ടത്തിൽ തന്നെ വിവിധ കായ്കനികൾ, അല്ലെ, വിവിധ രാജ്യങ്ങളിൽ ഫലവൃക്ഷ തൈകളുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അതായത് പ്രകൃതിയെ എത്രയേറെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞ് നമുക്ക് പെട്ടെന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരാളും കൂടിയാണ്. നല്ലൊരു ജൈവകർഷകനും കൂടിയാണ്, അല്ലേ? ജൈവകർഷകൻ എന്നുള്ളൊരു അംഗീകാരമൊക്കെ നേടിയ ഒരാളും കൂടിയാണ്. അപ്പോൾ എന്തായാലും ഒത്തിരി സന്തോഷം. നമുക്ക് ഈ വീഡിയോയിലൂടെ എന്തായാലും വിശദമായിട്ട് ഈ കാര്യങ്ങളൊന്ന് പരിചയപ്പെടുത്താം. ഓക്കെ, ശരി. ഇതൊരു പ്രത്യേക സസ്യമാണ്, ജലസ്തംഭിനി എന്നതിന്റെ പേര്. ഇത് നമ്മൾ പിഴിഞ്ഞിട്ടേ ഈ വെള്ളം കുറെ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കട്ടിയായിട്ട് വരും. പ്രിയമുള്ളവരെ, ജലസ്തംഭനി ജലത്തെ സ്തംഭിപ്പിക്കുക മാത്രമല്ല, അത് നല്ലൊരു ഔഷധ സസ്യം കൂടിയാണെന്നാണ് അറിയാൻ സാധിച്ചത്. ജലസ്തംഭനി 4 ഇനങ്ങളിലായിട്ട് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇത് 4 പേരിൽ അറിയപ്പെടുന്നുണ്ട്. ജലസ്തംഭനി എന്നറിയപ്പെടുന്നുണ്ട്, ജലത്തിരണ്ടി എന്ന് അറിയപ്പെടുന്നുണ്ട്, മലതാങ്ങി, ഇങ്ങനെയൊക്കെ പോകുന്നു ആ പേരുകൾ. അതുപോലെ തന്നെ ഇതിന്റെ ഇലകൾ ചതച്ച് നീരാക്കിയാൽ അത് ചേർക്കുന്ന വെള്ളം അലുവ പോലെ കട്ടിയാകും. ഫൈബർ, അന്നജം, കാർബോഹൈഡ്രേറ്റ്, ഇതൊക്കെ ജലസ്തംഭനയിൽ അടങ്ങിയിട്ടുള്ള മനുഷ്യശരീരത്തിന് ഒഴിവാക്കാൻ പറ്റാത്ത വൈറ്റമിനുകളാണ് എന്നും കൂടി മനസ്സിലാക്കുക. കൂടാതെ ഇതിന്റെ ഔഷധ ഗുണങ്ങളിലേക്ക് വരുന്ന സമയത്ത് പ്രമേയം, അതുപോലെ തന്നെ അർസസ്,
അതുപോലെ ശ്വാസകോശ രോഗങ്ങൾ, മുറിവ്, ചതവ്, ഒടിവ്, അതുപോലെ തന്നെ കാൽമുട്ടുകളിലെ ലിഗമെന്റുകളിൽ ഉണ്ടാകുന്ന ചതവ്, പൊട്ടല്, ശീഘ്രസ്ഖലനം, അത്യാർത്തവം, വെള്ളപൂക്ക്, ഉദര രോഗങ്ങൾ എന്നിവയ്ക്കെല്ലാം ഫലപ്രദമായ ഔഷധമാണ് ജലസ്തംഭനി എന്നും കൂടി അറിയാൻ സാധിച്ചു. കൂടാതെ കരളിന്റെ ആരോഗ്യം, രോഗപ്രതിരോധ ശേഷി, ഹൃദയ ആരോഗ്യം എന്നിവയ്ക്കെല്ലാം ഉപകാരപ്രദമാണ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ജലസ്തംഭനിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് സെർച്ചിങ്ങിൽ നമുക്ക് അറിയാൻ സാധിച്ചത്. എന്തായാലും ഇത്തരം കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ആധികാരികമായിട്ടുള്ള അറിവുള്ള ആളുകളുടെ ഒരു സഹായത്തോട് മാത്രം ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതുപോലെയാണ് അത് വരിക. നമ്മൾ നേരത്തെ അതിന്റെ നീര് ചതച്ച് ഒരു വെള്ളത്തിട്ടിരുന്നു, അതൊരു ഹലുവ പോലെ വരുന്നു പറഞ്ഞ ആ ഒരു ഏകദേശം ഒരു ജെല്ല് രൂപത്തിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇത് വെള്ളത്തിലിട്ട് ഇത് കുറച്ച് അല്പം നേരം ഇതുപോലെ തന്നെ വെച്ച് കഴിഞ്ഞാൽ അത് പഴയ പോലെ തന്നെ വെള്ളത്തിന്റെ ഇങ്ങനത്തെ ഈ ചാറായിട്ട് മാറുന്നുള്ളതാണ്. ഈ കട്ടിപ്പ് ഒഴിവാക്കിയിട്ട് മാറുന്നുണ്ട്. ഇതുപോലത്തെ ചായ ഒക്കെ ആക്കിയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഇങ്ങനെയൊക്കെയാണ് ഇത് ഉള്ളിലേക്ക് കഴിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വിഷയം നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ മാന്യ പ്രേക്ഷകർക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു കറക്റ്റ് എത്തിക്കാൻ പറ്റുന്ന പരമാവധി ഇൻഫർമേഷൻ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായൊരു ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ ഇനി തുടർന്ന് നമുക്ക് അടുത്ത ഒരു കാഴ്ചയിലേക്ക് പോകാം. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പുഴുകണ്ണി, അതായത് രാമനാമച്ച എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പ്രത്യേക ഇനം ഔഷധ ചെടി. അത് നല്ല ഔഷധ ഗുണമുള്ള കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം തരാൻ എന്തായാലും ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് സാധിക്കില്ല. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൻ്റെ തൂമ്പിലുള്ള രണ്ട് പ്രത്യേക ഒരു തളിരയിലുണ്ടാവും. അത് നമ്മളതിൻ്റെ അടുത്ത് നമ്മുടെ ജനസാന്നിധ്യം കണ്ടു കഴിഞ്ഞാൽ, നമ്മളതിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അത് നമ്മളെ തൊഴുന്ന പോലെ രണ്ട് ഇലകൾ വന്ന് ചേർന്ന് വേർതിരിഞ്ഞ് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ പ്രേക്ഷകർ കാണാൻ സാധിക്കും. ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണമായിട്ട് നമുക്ക് പിന്നീട് ഇതിനെ അടുത്തറിഞ്ഞ് പരിചയപ്പെടാൻ ഒരു അവസരം ഒരുക്കുന്നുണ്ട്. എന്തായാലും തൊഴുകണ്ണിയുമായി ബന്ധപ്പെട്ട് ധാരാളം നിഗൂഢതകളുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഔഷധ ഗുണങ്ങളും അതിനെക്കുറിച്ചുണ്ട്. ആവശ്യമെങ്കിൽ മറ്റൊരു സമയം ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ച് സംസാരിക്കാം. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഔഷധ ചെടിയാണ് വാദംകൊല്ലി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഔഷധ സസ്യം. ഇത് വാദത്തിനും അലർജിക്കും നല്ലതാണ്. അലർജി സംബന്ധമായ വിഷയങ്ങൾക്ക് ഈ ചെടിയുടെ വേര് നന്നായിട്ട് ചതച്ചതിന് ശേഷം ഒരു തുണിയിൽ ഇട്ടിയതിന് ശേഷം നമ്മൾ മൂക്കിൽ നന്നായിട്ട് മണക്കുകയാണെങ്കിൽ ശക്തമായ തുമ്മൽ, അതുപോലെ തന്നെ കഫക്കെട്ട് ഇതിന് പ്രതിവിധിയാണെന്ന് അറിയുന്നു. അതുപോലെ തന്നെ ഇതിന്റെ ഇല വെള്ളത്തിൽ തിളപ്പിച്ച് ആ വെള്ളം കൊണ്ട് കുടിച്ചാൽ വാദസംബന്ധമായ തരിപ്പ്, അതുപോലെ വേദനക്കൊക്കെ ആശ്വാസം കിട്ടും എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതാണ് കാട്ടുള്ളി. ഇത് കാലിന്റെ മടമ്പ് വിളിച്ചിട്ട് ഇത് ചുട്ടതിന് ശേഷം ആ ചുട്ട കാട്ടുള്ളിയിൽ കാലിന്റെ മടമ്പ് ഭാഗം പ്രസ് ചെയ്ത് വെച്ചാൽ അതിന് ശമനം കിട്ടും, പൂർണ്ണമായിട്ട് ഒരു പരിഹാരം കിട്ടും എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും അറിവുകൾ മാത്രമാണ് നിങ്ങളിലേക്ക് പങ്കുവെക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഒന്ന് കഴിച്ചു നോക്കാം. സ്റ്റാർ ഫ്രൂട്ട്, ചതുരപ്പുളി സ്വീറ്റ് ആണ്. സാധാരണ മധുരാണ്, പുളിയായിരിക്കും, ഇത് മധുരാണ്. എൻ്റെ ചെറിയ മകനെ കുഞ്ഞിവാവ സാഹിബ് അദ്ദേഹത്തിന്റെ വീട്ടുവളപ്പിൽ ധാരാളം ഔഷധ ചെടികളെ കൂട്ടത്തിൽ തന്നെ ധാരാളം ഫലവൃക്ഷ തൈകളുണ്ട്. വ്യത്യസ്തമായ വിവിധ രാജ്യങ്ങളിലുള്ള ഫലവൃക്ഷ തൈകളുണ്ട്. അതിൽ നിന്ന് സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ചതുരപ്പുളി രണ്ടായിട്ടുണ്ട്. അത് മധുരമുള്ളത്, പുളിയുള്ളതുണ്ട്. എന്തായാലും ഇത് മധുരമുള്ളതാണ്. അതിൽ നിന്നൊന്ന് പറിച്ച് എൻ്റെ മകന് കൈമാറുന്ന കാഴ്ചകളാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ഞാൻ മുമ്പ് ഫോർവേഡ് ചെയ്തിട്ട് എന്തായാലും ഇതിൻ്റെ വിശദീകരണമായിട്ട് നമുക്ക് പിന്നീട് കടന്നു വരാം. എന്തായാലും ചതുരപ്പുളികൾ പഴുത്തതും പച്ചയൊക്കെ ആയിട്ടുള്ള പൂവിട്ടൊക്കെ നിൽക്കുന്ന ധാരാളം കാഴ്ചകൾ നിങ്ങൾ കാണുന്നുണ്ടാകും. എന്തായാലും ഈ കാഴ്ച അപ്രതീക്ഷിതമായിട്ട് കടന്നു വന്നു എന്ന് മാത്രം. തുടർന്ന് നമുക്ക് കാണാനുള്ള അടുത്ത ഔഷധ ചെടികളെ കുറിച്ചുള്ള വിശേഷങ്ങളിലേക്ക് പോകാം. ചുക്ക് മുളക് തിപ്പല്ലി എന്നറിയില്ല. ചുക്ക്, കുരുമുളക്, തിപ്പല്ലി. ആ തിപ്പല്ലിയാണ് ഇത്. വെറുതെ കിട്ടുന്ന സാധനം. കാരണം കൂടുതൽ ഒരു പരിചരണം ഇല്ലാതെ ഇഷ്ടം പോലെ ഉണ്ടാവും. ഇതിപ്പോ ഇത് കായ്ക്കുന്ന സമയമല്ല. ഇത് കായ്ക്കുന്ന അതുകൊണ്ടാണ് ഈ ഔഷധം ഉണ്ടാക്കുന്നത്. ഇത് ത്രിഫല എന്ന് പറഞ്ഞ ആയുർവേദ മരുന്ന് കൂട്ടുന്ന 3 ഇതിൽപ്പെട്ട ഒരെണ്ണാണ് ചുക്ക്, കുരുമുളക്, തിപ്പല്ലി. കുരുമുളകിന്റെ തോക്കുമാർക്കുള്ള സംഭവമാണ്. ചോന്നിട്ട് ഇപ്പൊ നമ്മൾ കഴിച്ചിട്ടില്ല. കായ്ക്കാറുണ്ട്, സ്ഥിരമായിട്ട് കായ്ക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ ഇതിന്റെ സമയമല്ല, സീസണല്ല. തിപ്പല്ലി എന്നാ പറയല്ലേ. ചുവന്ന കാട്ടുള്ളി. ചുവന്ന കാട്ടിന് ഉള്ളി നമ്മളിപ്പോ അവിടെ കണ്ടില്ലേ? നേരത്തെ കണ്ട ഉള്ളിണ്ടാണല്ലേ അതിന്റെ ചുവന്നത്. പാകിസ്ഥാൻ ഓറഞ്ചില്ലേ? പാകിസ്ഥാനിൽ നമ്മളിവിടെ കിട്ടുന്ന ആ ഒരു യെല്ലോ വിഭാഗത്തിൽപ്പെട്ട. ഓക്കെ, എണ്ണപ്പനല്ലേ? ഇതിൽ നിന്നാണ് നമ്മൾ പാം ഓയിലൊക്കെ ഉൽപ്പാദിപ്പിക്കാനല്ലേ കാരണമാകുന്ന. അല്ലെങ്കിൽ ഇതിൽ നിന്ന് കായ്കൾ ഉണ്ടായാലാണ് കൊലയായിട്ട് നമ്മളെ ഈന്തപ്പന കൊലമായിട്ട് വരും. അടക്ക ഉണ്ടാകുന്ന പോലെ.
അതുപോലെ കായ്ച്ചു വരും. എത്ര പോലും പൈസ ഉണ്ടാക്കിയതുകൊണ്ട് ഓരോരുത്തർ ഷുഗർ വല്ലില്ലേ ഇത് പടർന്ന് ഈ മരത്തമുക്കഥ വന്നിട്ട് പടർന്ന് കയറിയിട്ടുണ്ടല്ലോ. അതെ നമ്മളെ നോനിയുടെ മുകളിലൊക്കെ. അതെ അതെ കിട്ടുന്നുണ്ടെങ്കിൽ അത് ഇത് നോനിമാരാണല്ലേ. ഷുഗർ വല്ലി എന്നറിയപ്പെടുന്നൊരു സംഭവമാണ് കാണുന്നത്. പക്ഷേ ഷുഗർ വല്ലി മുള്ളാമൃതം പറയും. പക്ഷെ അതിനെക്കുറിച്ച് എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. എന്തായാലും അതൊരു ഔഷധ സസ്യം എന്നതിലേക്ക് നമ്മൾ പരിചയപ്പെടുത്തണ്ട. അതിൻ്റെ ഔഷധ മൂല്യങ്ങൾ എന്താണെന്ന് നമുക്കറിയാതെ ആളുകൾ കിഡ്നിക്കൊക്കെ വിഷയം വരുന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു. സത്യാവസ്ഥ അറിയാത്ത സ്ഥിതി. എന്തായാലും ഒഴിവാകാൻ്റെ ഔഷധ ചെടികളുടെ കൂട്ടത്തിൽ മുള്ളാമൃതം ഉണ്ട് എന്ന് മനസ്സിലാക്കാം. ഇങ്ങനെ പിടിച്ചിട്ട് ഇപ്പോൾ അറ്റാറൊക്കെ ഇതാ കണ്ടില്ലേ എന്നുള്ളിൽ നൂലിങ്ങനെ വരുന്നത്. ഒരു നൂല് പ്രേക്ഷകർ കാണുന്നുണ്ടാവും. ഈ നൂലാണോ മുറികുട്ടിക്ക് ഉപയോഗിക്കുന്നത്? ഇങ്ങനെ ആക്കിയിട്ട് കെട്ടിയിരുന്നെങ്കിൽ മുറി ഉണങ്ങുന്ന പറയുന്നത്. മുറികുട്ടി എന്നുള്ള പേര്. ചെറിയ പ്ലാസ്റ്റിക്കിന്റെ മാതിരി. പിന്നെ നീരും പാക്കിങ് വരും. അതെ അതെ പെട്ടെന്ന് മുറി ഉണങ്ങും. അതിപ്പോ നമ്മള് അറ്റാലിത് അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഇത് ഇങ്ങനെ ചുറ്റി കൊടുത്താൽ പെട്ടെന്ന്. ഇതിന്റെ ഒരു തണ്ട് പൊട്ടിക്കുക, എന്നിട്ട് ആ കറ അത് വലുതല്ലേ വൃത്തിയിൽ കിട്ടും. അപ്പോൾ ഇതിന്റെ ഒരു തണ്ട് പൊട്ടിച്ചിട്ട് അതാ മുറിയിൽ ഇങ്ങനെ ചുറ്റി കൊടുക്കുക. ഒരു പശമാർക്ക് ഒരു പാക്കിങ് വരും. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ മുറികൂട്ടി എന്നൊരു പേരിൽ അറിയപ്പെടുന്നത്. പഴയ കാലത്തെ ഒറ്റമൂലികളും ഔഷധശാലകളിലൊക്കെ കൂടുതൽ പെട്ടെന്ന്. ആടലോടൊക്കെ രണ്ടായിട്ടുണ്ട്. ഇത് നല്ല ആടലോട. മറ്റേത് ഒരു പോത്തനാടലോടൊക്കെ ഉണ്ട്. അത് കുറച്ചും കൂടി ഇല വീതിയിലായിട്ട് നമ്മൾ ഈ വേലി കെട്ടാനതിനൊക്കെ വേലിന്റെ തണ്ടിന് കളർ വ്യത്യാസം ഉണ്ടാവും. ചെറിയൊരു വ്യത്യാസം ഉണ്ട്. ഇത് ഇല ചെറുതാണ്. ഈ കാരണം ഇതാണ് ഒറിജിനൽ ആടലോട. നല്ല കയ്പാണ്. നല്ല കയ്പായിരിക്കും. അങ്ങനെയൊക്കെയാണ് അത് കൊടുക്കല്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് കൊടുക്കല്. ആടലോടകം ഒരു സിദ്ധൌഷധം കൂടിയാണല്ലോ. ഇത് മന്ദാരം അല്ലേ? ഇതിലെന്താ പറയുക, 2-3 ഐറ്റം ഉണ്ടെന്നാ? 3 ഐറ്റം കാണുന്നുണ്ട്. 3 ഐറ്റം ഉണ്ട്. ഇതിപ്പോ ഏതാണ്? ഇത് വെള്ളയാണ്. ഇത് വെള്ള മന്ദാരം. ഔഷധ ചെടികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സംഭവമാണ്. ഇത് 3 ഐറ്റം ഉണ്ട്. അതിൽ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെള്ള മന്ദാരത്തിൻ്റെ ഇലകളും തൈകളൊക്കെയാണ്. ഇങ്ങോട്ട് വരുമ്പോൾ ഇത് വെള്ളില തന്നെ. വെള്ളില പഴയ കാലത്ത് ഷാമ്പൂവിന് ബദലായിട്ട് ഉപയോഗിച്ചിരുന്ന സാധനം. തലയിൽ ഉപയോഗിച്ചാൽ ഒരു പശായിട്ടുണ്ടാവും, കൊഴുപ്പായിട്ടുണ്ടാവും. തലയിലുള്ള താരൻ മാറാന്, അതേമാതിരി പേന് ഒക്കെ ഒഴിവാക്കാനൊക്കെ പഴയ കാലത്ത് സ്ത്രീകൾ ഉപയോഗിച്ചിരുന്ന ഷാമ്പൂവിന് പകരമായിട്ട് പഴയ കാലങ്ങളിൽ ആളുകൾ ഉപയോഗിച്ചിരുന്ന ഒരു സംഭവം. എന്തായാലും പേര് പറഞ്ഞത്? വെള്ളില. അപ്പൊ വെള്ളില എന്ന ഇതിന്റെ കളറ് വരും. പിന്നെ ഇലൊക്കെ വെള്ള കളറായിട്ട് വരും. വെള്ള കളർ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂപ്പാകുന്ന സമയത്ത് ചുവന്ന പൂവ് അല്ല ഏത് സമയത്ത് ഉപയോഗിക്കാം. പൂവും വരും. ഓക്കെ. അപ്പൊ ഇതാണ് മരം അല്ലേ? വെള്ളില. ഇതുമെന്നാണ് ആ പൊട്ടിച്ച് കാണിച്ചു തന്നിട്ടാ. വെള്ളില വൈറ്റമിൻ കൂടുതലുള്ള ചീര. ഇതൊരു ചീര ഇനാണ്. അതിൽ എന്താ പറയുക, ചീര ഇനത്തിൽ ഏറ്റവും കൂടുതൽ ഔഷധ ഗുണത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന കൂട്ടത്തിലൊരാൾ. അതുപോലെ തന്നെ ഈ പൊന്നാങ്കണ്ണി ചീര എന്നൊക്കെ പറഞ്ഞേക്കാലോ കണ്ണിന്. ഇതും ചീരയാണ്. ഇത് അടുത്തതായി നമ്മൾ കാണാൻ പോകുന്ന രുദ്രാക്ഷ മരം. ഇതിന്റെ പുഷ്പങ്ങൾ വെള്ള നിറത്തിൽ കുലകളായി കാണപ്പെടുന്നു. ഏപ്രിൽ ജൂൺ മാസങ്ങളിൽ പൂവിടുകയും ഒക്ടോബർ ഡിസംബർ മാസങ്ങളിൽ കാഴ പഴുത്തും കാണപ്പെടുന്നു. പുളിരസത്തോടു കൂടിയുള്ള ഇളം മധുരമായിരിക്കും കായകൾക്ക്. ഈ കായയുടെ മാംസള ഭാഗം നീക്കി ഉള്ളിൽ കാണുന്ന വിത്തുകളാണ് രുദ്രാക്ഷം. ഏകമുഖം മുതൽ 32 മുഖങ്ങൾ വരെ ഉണ്ടാകും എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത്. വിശദമായ കാഴ്ചകൾ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. എന്തായാലും രുദ്രാക്ഷം മരങ്ങൾ കൂടുതലായി കാണപ്പെടുന്നത് നേപ്പാളിലും അതുപോലെ തന്നെ ഹിമാലയ മലനിരകളിലുമൊക്കെയാണെന്ന് അറിയാൻ സാധിച്ചു. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന മാന്യ പ്രേക്ഷകർ, വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരാൻ മറന്നു പോകരുത്. കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ തുടർന്നും ഇതുമായി ബന്ധപ്പെട്ട ധാരാളം വീഡിയോ കടന്നു വരാനുണ്ട്. അത്തരം കാര്യങ്ങൾ കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറന്നു പോകരുത് എന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നു. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് മുള്ളിഞ്ചക്ക എന്ന മലബാറിൽ അറിയപ്പെടുന്ന മുള്ളാത്ത എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു മരത്തെക്കുറിച്ച്. അതിനും ഔഷധ ഗുണങ്ങളുണ്ട് എന്ന് പറയുന്നു. എന്തായാലും അതൊന്നും ആധികാരികമായ ഒരു പിക്ചർ അതിനെ പറ്റി വ്യക്തമായിട്ടല്ല. എങ്കിൽ കൂടെ ഫലവർഷ തൈകളെ കൂട്ടത്തിൽ അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങളിലെ കൂട്ടത്തിൽ മനുഷ്യ ശരീരത്തിന് ആവശ്യമായ ധാരാളം വിറ്റാമിൻസുകളൊക്കെ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് അറിയാൻ സാധിച്ചു. ഇത് ക്യാൻസറിന് വലിയ രീതിയിലുള്ള പ്രതിവിധിയാണ് എന്നൊക്കെ പറയുന്നു. അതിനെക്കുറിച്ചൊന്നൊരു വ്യക്തമായ അറിവില്ലാതെ ഇത്തരം കാര്യങ്ങൾ എന്തായാലും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നില്ല. അതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ബന്ധപ്പെട്ട ആളുകളുടെ ഭാഗത്തു നിന്ന് അതിൻ്റെ ഇൻഫർമേഷൻ നേടിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. ഔഷധ സസ്യങ്ങളെക്കുറിച്ച്
പരിചയപ്പെടുത്തുമ്പോൾ ആ കൂട്ടത്തിൽ അത് നിങ്ങളിലേക്ക് എത്തിച്ചു എന്ന് മാത്രം. അപ്പോൾ എന്തായാലും ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ തൈ മുള്ളാത്ത അല്ലെങ്കിൽ മുള്ളിൻചക്ക എന്നറിയപ്പെടുന്ന ആ ഒരു മരത്തിൻ്റെ തൈയാണ് എന്നും കൂടി മനസ്സിലാക്കുക. എന്തായാലും ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സാൻഡോവിൽ എന്നൊരു മരമാണ്. പക്ഷേ ഇതെല്ലാം നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുന്നത് കമൻഡലോ എന്ന ഇതിൻ്റെ പേര് പെട്ടെന്ന് മറന്നു പോകാതിരിക്കാനും ശ്രദ്ധിക്കപ്പെടാൻ ഇന്ന ഏരിയയിലാണ് ഇത് നിൽക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട് ആ മരത്തിൽ കുഞ്ഞുവാക്ക കൊത്തി വെച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ പേര് കമൻഡലു എന്ന് പറഞ്ഞാൽ ഈ പഴയ സന്യാസിമാരൊക്കെ അവരുടെ കയ്യിലുണ്ടാവും എപ്പോഴും അല്ലേ, ഭക്ഷണം കഴിക്കാനൊക്കെ ഉപയോഗിക്കുന്നത് ഒരുപാട് ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ചുള്ള ധാരാളം ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് വിശദം പറയാം. എന്തായാലും ഈ ഒരു സാധനം നിങ്ങളുടെ ഉണ്ടല്ലോ അല്ലേ? സാധനമുണ്ട്. അത് നമുക്കത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ബാക്കിൽ പുറകെ നമ്മളത് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ കമൻഡലു എന്ന ഒരു തൈ അല്ലേ, മരം. ഇതിലൊരു കായായിട്ട് പൊന്തി വരും. കായ്ക്കട്. അപ്പൊ എന്താണ് ആ കായ്, എങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നത്? ഇത് ഓവൽ ടൈപ്പിലുണ്ട്, റൗണ്ട് ടൈപ്പിലുണ്ട്, രണ്ട് ഐറ്റം ഉണ്ട്. രണ്ടും ഉണ്ട് ഇവിടെ, രണ്ട് തൈയുണ്ട്. ഓക്കെ, രണ്ട് തൈകളും ഉണ്ട്. രണ്ടിന്റെയും കായ്കളും നമ്മുടെ അടുത്തുണ്ട്. ഇത് രണ്ടും നമുക്ക് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാം. ഇതാണ് ഒറിജിനൽ മുറികൂട്ടി, എല്ലാവരും അറിയപ്പെടുന്ന മുറികൂട്ടി. നമ്മളവിടെ നേരത്തെ കാണിച്ചത് അത് വേറെ ഐറ്റം, വേറെ ഇനം. അപ്പോ വ്യത്യസ്തമായ രീതിയിലുള്ള മുറികൂട്ടി എന്ന് പറയാം. ഇതാണ് മുറികുട്ടി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആളുകൾക്ക് അറിയുന്ന മുറികുട്ടി. ഇതിങ്ങനെ പിഴിഞ്ഞിട്ടേ ഇങ്ങനെ രക്തത്തിന്റെ കളർ ഉണ്ടാവും. അത് മുറിമ വെച്ചിട്ട് വന്നാൽ കെട്ടിയാല് ഒരുവിധം പച്ച മുറികളൊക്കെ പഴയ കാലത്ത് ഉപയോഗിക്കാം. ഇപ്പോഴും ഉപയോഗിക്കാറുണ്ട്. നമ്മളൊക്കെ വീട്ടുകളിലൊക്കെ ചെറിയ മുറിയൊക്കെ വന്നാൽ ഇത് തന്നെയാണ് ഉപയോഗിക്കാറ്. പ്രിയമുള്ളവരെ, ഇതോടുകൂടെ ഈ വീഡിയോയിൽ കാഴ്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ രണ്ടാം ഭാഗം അടുത്ത പാട്ടിലൂടെ നമുക്ക് പരിചയപ്പെടാം. കാരണം വീഡിയോയുടെ ലെങ്ത് കണ്ടമാനം വർദ്ധിക്കും എന്ന അടിസ്ഥാനത്തിലാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ജയ് ഹിന്ദ്.